100 മേനിയാണ് ചെറിയമ്പ്ര. ആ കൈ കൊണ്ട് വിത്തെറിഞ്ഞെന്റെ കൈപ്പുണ്യാണ്. നമ്മടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറ വേലുമൂത്താരെ അല്ലടാ. അന്നാ തുടങ്ങട്ടെ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. അയ്യോ തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിക്കളാ കേറി വാടാ. മഹിയേട്ടനില്ല ഇടപെടരുത്. എന്റെ തൊപ്പി താടാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിയോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ ഉലക്കാലം പോയി യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായനര് വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി. മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ളുഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ തൊപ്പി മതി പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ, വളരെ മോശം. ഇല്ല മഹിയേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മഹിയേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ടാ, പിന്നെ എങ്ങനെയാ മര്യാദയ്ക്ക് സംസാരിക്കുക? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മഹിയേട്ടാ. കൊടുക്കടാ. മഹിയേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സെലൂട്ട് ചെയ്യേ? അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാം, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, ഈ തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. ഒരു സല്യൂട്ട് കൊടുത്തേ. ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ, തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി തരാം. അപ്പൂപ്പന് അറിയുന്നുണ്ടാവോ ഞാനിപ്പോ എവിടെയാണെന്ന്? ഏതെങ്കിലും ലോകത്ത് നിന്ന് അപ്പൂപ്പൻ കാണുന്നുണ്ടോ എന്നെ? ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹം. ഇപ്പൊ എനിക്ക് സന്തോഷാണോ സങ്കടാണോ ചോദിച്ചാ എനിക്കറിയില്ല. ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി, എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങിയില്ലേ? ആ മുറിയില്
ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ. എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി, അത് തന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം. അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല, ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. അതെ, എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ അമ്മച്ചി? ഒന്നും അറിയില്ലല്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല, ബാമേച്ചി എന്തോ. എന്താടി? ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ? അത് അവറ്റുള്ള എന്നെ ഗെയിം എന്ന് വിളിക്കണു. ഓ, കേയം. കിടക്കയില് മുള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. ആഹാ, ആ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണവധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ. കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യല്ലേ പറഞ്ഞേ. ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയില് മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി നോക്കിയൻ എന്തോ ചീൽത്തു പോണ്. അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി, ചേച്ചി കിടക്കയിലും മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കള്ളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങോട്ടാ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ, ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലി ഇല്ലല്ലോ, പുല്ലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ച് നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെത്തെ, അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം ബാമേച്ചി, എന്താ ബാമേച്ചി യൂറിൻ പ്രശ്നം? ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല്, ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോവാ. പോയി പണി നോക്കണോ? നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ പ്രശ്നം. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ, അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ, എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു? താനീ പറഞ്ഞേ? താനല്ലേ പറഞ്ഞ ബാമേച്ചി
കിടക്കയിൽ മൂത്രമൊഴിച്ചു വല്ല കിടക്കയില് മൂത്രമൊഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, ഉറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണി കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആരും മൂത്രമൊഴിച്ച കേസ പറയണേ. ഇവിടത്തെ ബാമക്കുട്ടി എന്താ ബാമക്കുട്ടി മൂത്രമൊഴിച്ചാൽ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോശ്വരാ. ഇത്രയും വലിയ പോലീസുകാരൻ ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ ആരാണ് അന്വേഷിക്കാൻ? എന്നാ കവറിലാക്കി കൊടുക്കണം, മൂത്രം നിൽക്കാനുള്ള മരുന്ന് എടുക്കും. ഇത് കൊണ്ടുപോരുത്. പോസ്റ്റ്മാനോ അല്ല. മൂത്രത്തിന് മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? ദന്ത ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? അതൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ. മഹേഷിന് എവിടെ പോയേ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ലല്ലോ. ഒന്ന് തൃശ്ശൂർ വരെ പോണ്ടി വന്നു. മുമ്പൊക്കെ എവിടെ പോകുമ്പോഴും എന്നോട് പറയായിരുന്നു. ഈയിടെയായിട്ട് മഹേഷിന് ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല മഹേട്ടോ. ഇതെന്താ കയ്യില്? ഇന്ന ആ കുട്ടി എവിടെ? വേണി കിട്ടിയോ? ഇല്ല. ലഡു എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. ഭാമയുടെ കയ്യില് ഭരണായേ പിന്നെ മധുരം കാണാൻ കിട്ടാണ്ടായി. ദേ കിട്ടി. ആ, ബാമിച്ചി അറിഞ്ഞ എന്നെ വഴക്ക് പറയാ. മുത്തശ്ശന് മധുരം തീരെ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? മൂത്രത്തില് പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇറക്കരുത്, ഇറക്കരുത്. അടിക്കരുത്. കള്ളനെ കയ്യോടെ പിടികൂടി ലഡ്ഡു കെട്ടു തന്നെയായിരുന്നു ഇവളെയും കൂട്ടുപിടിച്ച്. തുപ്പ് 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 തുപ്പ്. ഇങ്ങോട്ട് താ. മുത്തശ്ശൻ കാണാണ്ടിരിക്കാൻ മുറത്തിന്റെ പുറയിൽ ഒളിച്ചു വെച്ചതാ ഞാൻ. ഈ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? അത് ശരിയാണല്ലോ. നിന്നോടാരാ മുത്തശ്ശൻ ലഡ്ഡു എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? അത് മുത്തശ്ശൻ പറഞ്ഞപ്പോ. മുത്തശ്ശൻ പറഞ്ഞപ്പോ ദേ അധികം വെളച്ചിലെടുത്താലുണ്ടല്ലോ ആട്ടിച്ചന്റെ ചെവി കുറ്റിയാൻ പൊളിക്കും. പെൺകുട്ടികളായ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോളം തപാമയെ കണ്ടുപഠിക്കും. മതിയോ? അയ്യടാ, പോര് പോര്. കുട്ടി വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇവക്കൊട്ടൊരു പണി കൊടുത്തതല്ലേ. മോള് ചെയ്താ ശരി. മുതിർന്നവര് പറഞ്ഞ അതനുസരിക്കുക. അത് എന്തായാലും. അല്ലാണ്ട് ഇവിടെ പോലെ ധിക്കരിക്കുകയല്ല വേണ്ടത്. എന്താ മുത്തശ്ശ? പിന്നെ അല്ലാണ്ട് അല്ലാണ്ട് ഇവിടെ പടി. ഇത് നിന്റെ കൈ കൊണ്ട് അവക്ക് കൊടുത്തേ. ഇതെന്താ മഹി? ഇവക്ക് കുറച്ച് ഡ്രസ്സുകളാ മുത്തശ്ശി. ഇനി ഇതൊക്കെ നമ്മൾ വേണ്ട ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. കൊടുക്കടി. ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, സ്വയം അങ്ങോട്ട് കൊടുത്താ മതി. ദാ. വേണ്ട, കരിയിലും പുകയിലും കഴിയണ വാലിക്കരി തൊടണ്ട. നിവൃത്തിയില്ലല്ലോ. ഈ വാലിക്കാരിയല്ലേ ഞാൻ കെട്ടാൻ പോണത്. ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേണ്ടെന്ന് വെക്ക, ഇനിയുണ്ട് സമയം. ആ അതിപ്പോ എങ്ങനെയാ? എല്ലാരും കൂടെ പറഞ്ഞു ഉറപ്പിച്ചു പോയില്ലേ? അതെ, അത്രേ ഉള്ളു മഹേട്ടിന്. പറഞ്ഞുറപ്പിച്ചതിന്റെ പേരില് ഇഷ്ടമില്ലാച്ചിട്ടും സഹിക്കന്നെ അല്ലേ? അല്ലാണ്ട് ഒരിത്തിരി ഇഷ്ടം എന്നോട് ഉണ്ടായിട്ടല്ല. വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് എന്നെക്കാളും ചേർന്ന ഒരു കുട്ടിയെ മഹേട്ടിന് കിട്ടും. അങ്ങനെ ആയിക്കോളും. എടി പോത്തെ, എന്നാൽ ഇത് ഇത്തിരി നേരത്തെ പറയാറുന്നില്ലേ? ഇനി എവിടെ പോയൊരു പെണ്ണെ കണ്ടുപിടിക്കുക? അല്ല എന്തിനാ ഇപ്പൊ വേറെ പെണ്ണെ തെരഞ്ഞു പോകുന്നത്? നമ്മുടെ വേണിയായാലോ സൗന്ദര്യമുണ്ട്, നിന്നെക്കാൾ ഇത്തിരി മൂപ്പും കുറയും, എല്ലാം കൊണ്ടും ചേരും. എന്താ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനത്രയ്ക്ക് പൊട്ടിയെന്നല്ല. വന്ന് കേറിയപ്പോ തൊട്ട് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, ഇവിടെ നല്ല നേരത്തല്ലേ പടി ചവിട്ടിയെന്ന്. അതാരാ നിന്റെ ഉള്ളിൽ നിന്ന് പറയണ ആള്? ഞാനറിയാതെ. കളിയാക്കണ്ട. എടി പോത്തെ, പോത്താച്ചിട മോളെ, ഈ കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള നിന്നെ അല്ലടി മഹിയേട്ടന് ഇഷ്ടം. നിന്നെ മാത്രം അല്ലടി ഇഷ്ടം. തഞ്ചാവൂരിൽ നിന്നും തൂത്തുക്കുടി എന്നൊക്കെ ആരെങ്കിലും വന്നാ അതില്ലാണ്ടാവൂടി. എന്നാലും മഹേട്ടിന് കുട്ടിയോട് ഇച്ചിരി ഇഷ്ടമുണ്ട്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? അവൾ ആരും ഇല്ലാത്ത കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ. അതാരും ഇല്ലാത്ത കുട്ടിയാണ്, പാവമൊക്കെ തന്നെയാ. എന്നാലും മഹേട്ടൻ വെള്ളം ചോദിക്കുമ്പോ ആ കുട്ടി എടുത്തു തരുന്നതും മഹേട്ടിന്റെ ഷർട്ട് തേച്ചു തരുന്നതും എനിക്ക് അത്ര പിടിക്കില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടി പോത്തെ, പിന്നെയും കുശുമ്പ് കുശുമ്പ്. വാ. പണ്ട് ഡിഫൻസിലായിരുന്ന കാലത്ത് സഞ്ചാരം തന്നെയായിരുന്നു സഞ്ചാരം. പല നാടും ചുറ്റിയിട്ടുണ്ട്. ഒരു നാടും പക്ഷേ ഇത്രയ്ക്ക് മുത്തച്ഛന് ഇഷ്ടമായിട്ടില്ല. ഇവിടുത്തെ കാറ്റും വെള്ളവും അത് വേറെ എവിടെ കിട്ടും? മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല.
വെറുതെ അപ്പൂപ്പനെ ഓർത്തുപോയി. അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് പുഴക്കരയിൽ വന്നിരിക്കും എന്നെയും കൂട്ടി. നിറയെ പടിക്കെട്ടുകളുണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും, പാട്ട് പാടും. ഇനി ആ സ്ഥാനത്ത് ഈ മുത്തശ്ശനെ കണ്ടോളൂ. ഹലോ ഫ്രണ്ട്സ്. ഇവരെ എനിക്കിട്ട പേരാ 79 നോട്ട് ഔട്ട്. മുത്തശ്ശിക്കും ഉണ്ട് 74 നോട്ട് ഔട്ട്. അയ്യോ എനിക്കറിയില്ല. അതെന്താ PC? പുതിയ ചേച്ചി. അത് കൊള്ളാം. ഭാമ കണ്ട വഴക്ക് പറയും, എന്നാലും ഒരു രസം. ഇടയ്ക്ക് ഞാനും കൂടാറുണ്ട് ഇവരോടൊപ്പം. പണ്ട് ഡൽഹിയിലും ജലന്ധറിലും ഒക്കെ ആയിരുന്നപ്പോ ബൗളിങ്ങിലായിരുന്നു കേമം. ഇപ്പോ വയ്യ, എന്നാലും ബാറ്റ് ചെയ്യാം. നോ ബോൾ, നോ ബോൾ. കറക്റ്റ് ആയിട്ട് ബൗൾ ചെയ്യ. നീ പറ. ഞാനില്ല. അയ്യോ മുത്തച്ഛ, മുത്തച്ഛ പോലെ മുത്തച്ഛ. നിക്ക്, നിക്ക്, നിക്ക് മുത്തച്ഛ, നിക്ക്. മുത്തച്ഛ പെണങ്ങല്ലേ? വേണ്ട. അല്ലല്ലോ പോട്ടെ, നമുക്ക് ക്രിക്കറ്റ് വേണ്ട. വേറൊരു കളിയുണ്ട്, മഞ്ചാടിക്കുരുവുണ്ട്. മഞ്ചാടിക്കുരുവുണ്ട് ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പറ്റും, പക്ഷെ മുത്തച്ഛൻ വേണം. ഇപ്പൊ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ബാ മുത്തച്ഛ. ഞാനില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നല്ല മുത്തച്ഛനല്ലേ. വാ നടക്ക്. ആ കൈയൊന്ന് കാണിച്ചേ. കാണിക്കും മുത്തച്ഛ. ആ കൈ കാണിച്ചേ. ആ കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ മുത്തച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് പറയട്ടെ. ഇപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കുട്ടി എന്തു പറയും? ഇതല്ലേ മുത്തച്ഛൻ വിചാരിച്ചത് അല്ലേ? അതെ, അതല്ലേ മാജിക്. അത് മാത്രം പറ്റില്ല. ഇത് ഞാനല്ലേ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തേ. ആഹാ, കൊള്ളാമല്ലോ ഉള്ള വിദ്യ. നമുക്ക് ഈ വിദ്യ ഒന്ന് കാണണ്ടേ മുത്തശ്ശി? അയ്യോ, ഞാൻ വെറുതെ മുത്തച്ഛനെയും കുട്ടികളെയും പറ്റിക്കാൻ. അതെങ്ങനെയാ? ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയല്ലേ ഈ കുട്ടി പറഞ്ഞേ. മുത്തശ്ശ, ഏതായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിൽ സദാസമയം ഈശ്വര വിചാരം മാത്രം മതി. പഴയ വല്ല കേസുകെട്ടുകളുടെ കാര്യം ആലോചിച്ചാലേ വേണി അത് വിളിച്ചു പറയും. പിന്നെ മുത്തശ്ശി, മുത്തശ്ശിയുടെ മനസ്സിൽ എന്താ നോക്കിയാലോ നമുക്ക്. അയ്യോ മുത്തശ്ശി വേണ്ട, മുത്തശ്ശി പാവല്ലേ. അങ്ങനെ പാവമൊന്നുമല്ല, എനിക്കല്ലേ അറിയൂ ശരിക്കും. ഇവിടെ ഒന്ന് പരീക്ഷിച്ചാലോ നമുക്ക്? വേണ്ട വേണ്ട, ഞാനില്ലേ അമ്മാരി കളിക്കുന്നു. പേടി പേടി, മനസ്സിലുള്ള കള്ളത്തരങ്ങളൊക്കെ പുറത്തു ചാടുമെന്നുള്ള പേടി. ഓ എനിക്കൊരു പേടിയില്ല. എന്നായിരിക്ക്? ഞാനില്ല. ഇങ്ങോട്ട് വാടി. കൊരങ്ങനെ അട്ടാണി മേടിക്കണ പോലെ ഉണ്ട്. ആ, ഇവളുടെ ചെവിയിൽ വെക്കാൻ പറ്റിയത് ചെമ്പരത്തി പൂവാ. കണ്ണടച്ചേ. ഇപ്പൊ കണ്ണു തുറന്നേ. അയ്യോ, ഇത്രയും തുറക്കല്ലേ, പ്രേതം പോലെ ഉണ്ട്. പറയട്ടെ ബാമേച്ചി എന്താ ചിന്തിക്കുന്നതെന്ന്? ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഞാനത് അല്ലാന്നേ പറയൂ, ഉറപ്പാ. അതല്ലേ ചിന്തിച്ചത് അല്ലേ? അയ്യോ സത്യം, ഇപ്പൊ ഇവള് ഇത് തന്നെയാ ചിന്തിച്ചത്. എടി പോത്തെ, ഇനി മുതൽ ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ വെക്കണ്ട, ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും. എന്റെ മനസ്സിലൊന്നുമില്ല, ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാ? എനിക്ക് മഞ്ചാടിക്കുടി മാജിക് ഒന്നും അറിയില്ലല്ലോ. മഹേട്ടാ, മഹേണ്ണ ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും?
10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ 10,000 റുപ്യ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 റുപ്യ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് ചിരിച്ച സൺടിവും സ്റ്റാർട്ടിവും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷ് ആൻഡ് എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം, നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ. പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുറ്റച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ TV വെക്കാനും ആന്റിന ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, TV ഇവിടെ. ഓ അവിടെയാണല്ലേ, സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല TV. ഇവനെന്ത് TV ആണോ പെണ്ണാണോ നോക്കാം? എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തില് നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ ബാ. സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണെന്നാ? അയ്യോ കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റയിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരി, നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട്. അവളെ നിനക്ക് ഇഷ്ടമായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ? അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടല്ലേ ലക്ഷ്മണ? മറ്റവന്റെ മഹിട്ടാ നിന്നെ താങ്കളുടെ തിരക്കെടുത്തും ദേ കിടക്കണതും കാശ്മലൻ. ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാം. സ്ത്രീധനായിട്ട് എന്താ കൊടുത്തെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോ ഇങ്ങനെ അടിക്കുക? പറയണ്ട മഹിട്ടാ. അങ്ങനെ പോട്ടെ അങ്ങോട്ട്. ഐ അങ്ങോട്ട് പോകൂല. എന്താ എന്തു പറ്റി? കണ്ണിലെന്തോ. നോക്കട്ടെ. ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോ? ഇവിടെ ഇരുന്നാ? ചേച്ചി മീൻ വറുത്തൊന്നില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണയിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കടപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേ എന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ. നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ച് പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോരില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടിച്ചാടി നടക്കാണ്. നമുക്കൊരു രസല്ലേ അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് ഇല്ലാതെ ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ച് ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേട്ടിനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം.
കമലെടുത്ത് മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു.